അജിത് സാറിന്റെ ബൈക്ക് ട്രിപ്പ് അത് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു അവസരമായിരുന്നു എനിക്ക്. ഞങ്ങൾ ഈ തുണിവിന് തന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് യാത്രയെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ സാറിനും യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹം അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒരു ബൈക്ക് ട്രിപ്പിന് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. വളരെ ആകസ്മികമായിട്ടാണ് വരുന്നു, ഞങ്ങളുടെ കൂടെ ബൈക്ക് ട്രിപ്പിന് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം അയ്യോ ശരിക്കും, പക്ഷെ പിന്നെന്താ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് സംശയം, ഇനി പുള്ളി മര്യാദയുടെ പുറത്ത് സ്നേഹത്തിന്റെ പുറത്ത് വെറുതെ പറഞ്ഞതാണോ. അതിന്റെ അടുത്ത ദിവസം എനിക്ക് തിരിച്ച് അങ്ങോട്ട് അത് തന്നെ ചോദിക്കാൻ, ഷൂട്ടിങ്ങിന്റെ തിരക്കായിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് പേടിയായിരുന്നു ചോദിക്കാൻ. എനിക്ക് ചോദിച്ച ദൈവമേ അബദ്ധത്തിൽ പറഞ്ഞും പോയി ഇത് ശല്യമായല്ലോ എന്ന് തോന്നരുതല്ലോ. പിന്നെ 2 ദിവസം ഞാനിങ്ങനെ മടിച്ച് നിന്നു. 3-ാമത്തെ ദിവസം അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ബൈക്ക്, റൈഡിങ് ഗിയർ, ഹെൽമെറ്റ്, ഷൂസ്, ഗ്ലൗസ് എല്ലാം റെഡിയാണ്, എല്ലാം ഓൺ ദ വേ ആണ്, ഇന്ന ദിവസം നമ്മൾ പോകുന്നു. അയ്യോ അപ്പൊ ശരിക്കും പറഞ്ഞതായിരുന്നല്ലേ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു അവസരം വരും. നമുക്ക് എല്ലാവർക്കും അറിയാം സാറിന് ബൈക്കിങ്ങിനോടുള്ള ഇഷ്ടം അറിയാം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൊതിക്കുന്ന അവസരമല്ലേ അത്. അദ്ദേഹം ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം അത് അദ്ദേഹം അത് ബൈക്കിലിരിക്കുമ്പോൾ ഏറ്റവും സമാധാനമുള്ള, ഏറ്റവും ബ്ലിസ്സിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ലേ അത്. അപ്പോൾ അതിൽ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് സാറിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു സ്പേസിൽ സാറിൻ്റെ ഒരു സന്തോഷം കാണാൻ മാത്രമല്ല, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് സാധാരണ ഇതിനു മുമ്പ് ഞാൻ മറ്റേ 4 വീലറിലൊക്കെ പോയിട്ടുണ്ട് ആ വഴിയൊക്കെ. പക്ഷെ ഒരു ബൈക്കിൽ അങ്ങനത്തെ ടെറൈൻസൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴുള്ള നമ്മൾ കാണുന്ന കാഴ്ചയും കാറിലിരുന്ന് കാണുന്ന കാഴ്ചയും ഭയങ്കര വ്യത്യാസമാണ്. അത് ഇവരെ പോകുന്ന ബൈക്കേഴ്സ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും അതൊക്കെ കാണാനും ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഏറ്റവും ഇന്നൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ പോയിട്ട് അവിടെ ഏത് സൗകര്യമാണോ ലഭിക്കുന്നത്, ചിലപ്പോൾ സാറൊക്കെ ടെൻറ്റിലൊക്കെ കിടന്ന് ഉറങ്ങുന്നതും പകുതി പണി കഴിഞ്ഞ ഹോട്ടലിലൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. രാത്രി ഇവിടെ മറ്റേ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ഭക്ഷണം കിട്ടുന്നോ അത് കഴിക്കുക. അപ്പം അതൊക്കെ യാത്രയെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ഇതൊക്കെ എല്ലാവർക്കും ഇത് പറഞ്ഞാൽ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും വേറെ തന്നെയായിരുന്നു. എന്നാൽ ഏറ്റവും ശാരീരികമായിട്ട് ഏറ്റവും അധ്വാനം ആവശ്യമുള്ളത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്, ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. പക്ഷെ അത് ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര ശരീരം വേദനയും ഒക്കെ കൂടി ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ നാണക്കേട് ഉണ്ടാക്കുമോ, തിരിച്ചു പോണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ 2-ാമത്തെ ദിവസം തൊട്ട് ഐ പിക്ഡ് അപ്പ്. പിന്നെ ഒരു ഭയങ്കര രസമായിരുന്നു. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. സാറിന്റെ കൂടെ തുനിവിലും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ അത് തുണിവിലാണെങ്കിലും സാർ അറിയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഫിലിംസിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനത്തെ സീരിയസ് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തമാശയായിട്ട് തോന്നരുത് ഈ സിനിമയിൽ. അതായത് അവരൊക്കെ അത്രയും എക്സ്പേർട്സ് ആണ് ഇതിൽ. അപ്പം അതായിരുന്നു എൻ്റെ പേടി, അതായിരുന്നു.